My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 237 എപ്പിസോഡിൽ കാലി കാർബോണിക്കം എന്ന അധ്യായത്തിൻ്റെ 7ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല ഡിറേഞ്ച്മെൻറ്റ്സിനെയും ഹീൽ ചെയ്യാൻ പറ്റുന്ന കാലികാർബിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കെന്റ് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ സ്ത്രീകളെ അലട്ടുന്ന നിരവധി ഗൈനിക് പ്രോബ്ലംസിൽ കാലികാർബിൻ്റെ ഉപയോഗം, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോസ്ഫറസ് ഉപയോഗിക്കുന്നതിൽ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ജാഗ്രതയെക്കുറിച്ച്, അതിലുണ്ടായേക്കാവുന്ന അപകടത്തെക്കുറിച്ച് കെന്റ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഗർഭകാലത്തെ ഛർദി എന്ന് പറയുന്ന വലിയ മെനക്കേടുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിൽ കാലികാർബിൻ്റെ ഉപയോഗം, അതുകൂടാതെ മറ്റ് 2 ഔഷധങ്ങളുടെ ഉപയോഗമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടും ആ ഒരു പ്രശ്നത്തെ പലപ്പോഴും പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ, സാധാരണ ഔഷധങ്ങൾ ഉപയോഗിച്ച് പറ്റാതെ വരുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ചും ചില ഉൾക്കാഴ്ചകൾ കെന്റ് ഇവിടെ തരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വൺ ഓഫ് ദ എവിഡൻസസ് ദാറ്റ് ദ കാലികാർബ് പേഷ്യന്റ് ഈസ് ഓഫ് എ വീക്ക്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഈസ് ഓൺ ദ റോഡ് ടു എ ബ്രേക്ക് ഡൗൺ ഈസ് ദാറ്റ് all his symptoms are aroused and brought into action after coition, after sexual excitement. അപ്പോൾ കാലികാർബ് പേഷ്യൻ്റ് വളരെ ദുർബലയായ ഒരു വ്യക്തിയാണ് എന്നും ഒരു അന്ത്യത്തിലേക്ക്, ഒരു നാശത്തിലേക്ക്, ഒരു തകർച്ചയിലേക്ക്, ആ ജീവൻ്റെ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് പറയുന്നത് ഈ സെക്ഷൽ ഫങ്ഷൻസിലെ ഒരു പ്രശ്നമാണ്. അതായത് ഒരു സെക്ഷൽ ആക്ടിന് ശേഷം ആകെ തളർന്ന് സുദീർഘമായി, ഒരു ഹ്രസ്വ സമയത്തേക്കെന്നല്ല, സുദീർഘമായി തന്നെ തളർന്നു പോകുന്നൊരവസ്ഥ. ഇത് പ്രധാനമായിട്ടും ഒരു മെയിൽ പേഷ്യൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് സിംറ്റംസ് എന്നാണ് എന്നോട് ഉപയോഗിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചാണ് ഇത് കൂടുതൽ പ്രസക്തമാകുന്നത്. ഒരു പ്രൊസ്ട്രേഷൻ സുസ്ഥിരമായിട്ട് നിലനിൽക്കുന്നു. ലൈംഗിക പ്രക്രിയ എന്ന് പറയുന്ന വളരെ നൈസർഗികമായ മനുഷ്യൻ്റെ പ്രക്രിയ അവിടെ നടക്കാതെയായി. ദഹനം നടക്കുന്നില്ല, പോഷകങ്ങളുടെ ആഗിരണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ശ്വസനം നടക്കുന്നില്ല, രക്തം ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ നടക്കുന്നില്ല. അങ്ങനെയൊക്കെ തന്നെയുള്ള ഒരു ജൈവിക അവസ്ഥയുടെ പ്രതിസന്ധിയാണ് കെന്റിയോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഒരു തകർച്ചയിലേക്കുള്ള വഴിയിലേക്കാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണെന്ന് കെന്റ് പറയുമ്പോൾ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. Now you will take notice in practice and remember it that coition is a natural thing with man when it is carried out in order. അതായത് ശരിയായ രീതിയിൽ, ക്രമമായ രീതിയിൽ, അബ്നോർമൽ അല്ലാതെ, അൺനാച്ചുറൽ അല്ലാതെ ഒരു സെക്ഷൽ ആക്ട് നടത്തുമ്പോൾ, ആൻഡ് വെൻ ദാറ്റ് വിച്ച് ഈസ് നാച്ചുറൽ ഈസ് ഫോളോഡ് ബൈ പ്രൊസ്ട്രേഷൻ. നാച്ചുറൽ ആകുമ്പോൾ ഒരു പ്രൊസ്ട്രേഷൻ, ഒരു തളർച്ച അതിനെ തുടർന്ന് ഉണ്ടാകും. ആൻഡ് ദിസ് ഹാസ് ബീൻ സോ ഫോർ എ ലോങ് ടൈം. ഇത് നീണ്ട സമയത്തേക്ക് നിലനിൽക്കുകയാണെങ്കിൽ ദർ ഇസ് എ ബ്രേക്ക് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ വ്യക്തിയുടെ ഘടനയിൽ, ജൈവിക ഘടനയിൽ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തളർച്ച സുസ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്നത്. ദർ ഇസ് സംതിങ് റാഡിക്കലി റോങ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി എന്തോ കുഴപ്പമുണ്ട്, അടിസ്ഥാനപരമായ കുഴപ്പം. ഓൾ ദ സിംറ്റംസ് ആർ ലൈക്ലി ടു ബി വേഴ്സ് ആഫ്റ്റർ കോയിഷൻ കാലികാർബ്. കാലികാർബിൻ്റെ കാര്യത്തിൽ ലൈംഗിക പ്രക്രിയയ്ക്ക് ശേഷം അയാളുടെ എല്ലാ ലക്ഷണങ്ങളും മോശമാകും. ക്ഷീണം, പ്രൊസ്ട്രേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവിധ ലക്ഷണങ്ങളും, രോഗലക്ഷണങ്ങളും വർദ്ധിക്കുന്നതായിട്ട് കാണാം. അത് കാലികാർബിൻ്റെ ഒരു പൊതു സ്ഥിതിയാണ്. ഹി ഹാസ് വീക്ക് വിഷൻ, കാഴ്ച ക്ഷീണിക്കുന്നു. വീക്ക്നെസ് ഓഫ് സെൻസസ്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ക്ഷീണം, കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശമെല്ലാം. ട്രെമുലസ്നെസ്, ശരീരം വിറയ്ക്കുന്നു, ശരീരം സ്റ്റഡിയായിട്ട് നിൽക്കാൻ പോലുമുള്ള കെൽപ്പില്ലാതാകുന്നു, വിറയ്ക്കുന്നു. ആൻഡ് ഈസ് ജനറലി നെർവസ്, മൊത്തത്തിലൊരു നെർവസ് ആയിട്ടുള്ള അവസ്ഥ. ഹി സ്ലീപ്ലെസ്, ഉറക്കം നഷ്ടപ്പെടുന്നു. ആൻഡ് വീക്ക്,
ക്ഷീണിതനാകുന്നു. ആൻഡ് ഹി ഷിവേഴ്സ് ആൻഡ് ട്രംബിൾസ് ഫോർ എ ഡേ ഓർ ടു ആഫ്റ്റർ കൊയിഷൻ. ലൈംഗിക പ്രക്രിയയ്ക്ക് ശേഷം 1-2 ദിവസം ക്ഷീണിതനായി ഇങ്ങനെ വിറച്ച് നടക്കുമ്പോൾ ആടി നടക്കുന്നൊരവസ്ഥ. എത്രത്തോളം ദുർബലമാണ്, തകർച്ചയിലാണ് ആ വ്യക്തിയുടെ ജൈവിക സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം അവസ്ഥകളിൽ നിന്നുള്ളവരെയൊക്കെ അയാളുടെ വൈറ്റാലിറ്റിയെ റീകൈൻഡിൽ ചെയ്യാൻ, വീണ്ടും ജ്വലിപ്പിക്കാൻ കാലികാർബിന് സാധിക്കും. കാലികാർബ് പോലെ മറ്റ് ഉചിതമായ ഏത് ഹോമിയോപ്പതി ഔഷധത്തിനും സാധിക്കും. അത് ഹോമിയോപ്പതിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മഹത്വമാണ്. അത് വിദ്യാർത്ഥികളായ നിങ്ങളെല്ലാവരും ശരിക്കും ഗ്രഹിച്ചിരിക്കണം. സിമിലർ സിംറ്റംസ് ആർ ഒബ്സർവ്ഡ് ഇൻ ദ വുമൺ. സ്ത്രീകളിലും സമാനമായ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ പുരുഷന്മാരെ കുറിച്ചാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതേ ഒരു ഡിഗ്രിയിൽ അല്ലെങ്കിൽ പോലും സമാനമായ ലക്ഷണങ്ങൾ സ്ത്രീകളും കാണും. വിശേഷിച്ചും പൊതുവെ സിംറ്റംസ് അഗ്രിവേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു പ്രൊസ്ട്രേഷൻ അങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ പേഷ്യൻ്റ് ഈസ് വീക്ക്, ദ സെക്ഷൽ ഡിസയർ ഈസ് എക്സസീവ്. അപ്പോൾ ഇത് അടുത്തൊരു കോൺട്രഡിക്ഷൻ. അപ്പോൾ രോഗി ക്ഷീണിതനാണ്, ക്ഷീണിതയാണ്, പക്ഷേ ലൈംഗിക പ്രക്രിയയ്ക്ക് ശേഷം അത് വല്ലാതെ വർദ്ധിക്കുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ഷീണിതാവസ്ഥയും വിറയലും ഒക്കെ ഉണ്ടാകുന്നു. എങ്കിൽ പോലും ലൈംഗികതയോടുള്ള ആസക്തിക്ക് കുറവില്ല. നോർമലായിട്ടുള്ള താല്പര്യമല്ല, അമിതമായ എക്സസീവായിട്ടുള്ള താല്പര്യം, ആസക്തി എന്നുള്ള വാക്ക്, അതിനൊരു കുറവില്ല. ഈ ക്ഷീണിതാവസ്ഥ ഉണ്ടെങ്കിൽ പോലും അതിന് കുറവില്ല. ഇറ്റ് ഈസ് നോട്ട് ഓർഡർലി. അത് ശരിയായ രീതിയല്ല. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ ശരിയായ ഇൻഡിക്കേഷൻ അല്ല. ആരോഗ്യമുള്ള വ്യക്തിയിൽ ആരോഗ്യപരമായ ലൈംഗിക പ്രക്രിയ നടക്കണം. ഇവിടെ ആരോഗ്യസ്ഥിതി മോശമാണ്, ക്ഷീണിതനാണ്, ക്ഷീണിതയാണ്, പക്ഷേ ലൈംഗിക ആസക്തി അവിടെ നിലനിൽക്കുന്നു. ഈ പുസ്തകം വായിച്ചതിന് ശേഷം കുറേ കാലം കഴിഞ്ഞ് ഡോക്ടർ എൻ ഘട്ടക് എഴുതി, ഡോക്ടർ ബാനർജി ബംഗാളിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പുസ്തകം, കോസ് ആൻഡ് ക്യൂർ ഓഫ് ക്രോണിക് ഡിസീസ് എന്നുള്ളൊരു പുസ്തകം, ചെറിയൊരു പുസ്തകം, വളരെ മനോഹരമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു ക്ഷയരോഗ ചികിത്സയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ക്ഷയരോഗിയായ ഒരാളെ, വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഒരാളെ, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണ്, ചെറുപ്പം മുതലേ ഇയാൾക്ക് ഈ പ്രശ്നമുണ്ട്. അയാളെ സുഖപ്പെടുത്തിയ വളരെ സങ്കീർണമായ ചികിത്സയായിരുന്നു. പല മരുന്നുകൾ മാറി ആ അവസ്ഥകൾ മാറുന്നതനുസരിച്ച് വീണ്ടും സ്റ്റഡി ചെയ്ത് മാറി ഔഷധങ്ങൾ കൊടുത്ത് അയാളുടെ സ്കിൻ ഇറപ്ഷൻസൊക്കെ വന്ന് വളരെ രൂക്ഷമായിട്ട് വന്ന് അവസാനം സുഖപ്പെടുന്ന കഥ. അവിടെ ഒരു സാന്ദർഭികമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇയാൾ ഒരു ട്യൂബർക്കുലർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എക്സസീവ് സെക്ഷൽ ഡിസയർ ഉണ്ട് എന്ന് ഡോക്ടർ ഘട്ടക് പറയുന്നുണ്ട് അതിൽ. കാരണം അയാൾ വിവാഹിതനായി, 5 കുട്ടികൾ അയാൾക്കുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ചധികം, സാധാരണ ഇതിനനുസരിച്ച് കൂടുതൽ, 5 കുട്ടികളുണ്ടായി, അടുപ്പിച്ചടുപ്പിച്ച് കുട്ടികളുണ്ടായി. അപ്പോൾ അത് അയാളുടെ എക്സസീവ് സെക്ഷൽ ഡിസയറിൻ്റെ ഒരു നിയന്ത്രണമില്ലാത്തൊരവസ്ഥയുടെ ഒരു സൂചനയായിട്ടാണ് ഘട്ടക് പറയുന്നത്. അതിന് കാരണം പറയുന്നത് അയാളുടെ ഈ ട്യൂബർക്കുലർ നേച്ചറാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊരു വിശദീകരണം അവിടെ ഇല്ല, സാന്ദർഭികമായി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ഈ കെൻ്റ് ഇവിടെ പറഞ്ഞതുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വീക്ക്നെസ്സും ആളുടെ ക്ഷീണിതാവസ്ഥയും എക്സസ് സെക്ഷൽ ഡിസയർ, അത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് എനിക്കതിലില്ല. ഈ 2 പുസ്തകങ്ങളും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് താരതമ്യം ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ അധ്യായം ഒരു ക്ഷയരോഗ ചികിത്സയുടെ കഥ എന്നുള്ള പേരിൽ ഞാൻ ഈ പുസ്തകത്തിൽ ഞാനത് വിവർത്തനം ചെയ്ത് ചേർത്തിട്ടുണ്ട്. ദർ ഇസ് എ സെക്ഷൽ ഇറത്തിസിസം വിച്ച് ഇസ് നോട്ട് അണ്ടർ ദ കമാൻഡ് ഓഫ് ദ വിൽ. സെക്ഷൽ ഇറത്തിസിസം, ലൈംഗികമായ ക്രമരാഹിത്യം, അതുണ്ട് എന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ കമാൻഡ് ഓഫ് ദ വിൽ. ഇച്ഛാശക്തിക്ക് കീഴിലല്ല. അയാളുടെ ഇച്ഛാശക്തി, വില്ലിലാണ് അവിടെ ഒരു ഡിറേഞ്ച്മെൻ്റ് ഉള്ളത്. ഒരു മയാസം ഒരു വ്യക്തിയെ, അയാളുടെ വൈറ്റൽ പ്രിൻസിപ്പിളിനെ ഡിറേഞ്ച് ചെയ്യുമ്പോൾ അത് പല തലങ്ങളിൽ അത് പ്രതിഫലിക്കുന്നു. അതൊരു തലം വില്ലിൻ്റെ തലമാണ്, ഇച്ഛാശക്തിയുടെ. ഇച്ഛാശക്തിയുടെ കീഴിൽ, അതിൻ്റെ കമാൻഡിൽ ഈ ലൈംഗികമായ ക്രമരാഹിത്യം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെ വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു അബ്നോർമാലിറ്റിയാണ്.
ആൻഡ് ഇൻ ദ മെയിൽ ഹീ ഈസ് സബ്ജക്ട് ടു കോപ്പിയസ് ആൻഡ് ഫ്രീക്വൻറ്റ് പൊല്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പുരുഷനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഖലനം ഉണ്ടാകാം. നൈറ്റ്ലി ഡ്രീംസ്, സെക്ഷൽ പ്രൊസ്ട്രേഷൻ, രാത്രി ഇത്തരം സെക്ഷൽ ആക്ടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നു, അറിയാതെ എമിഷൻ ഉണ്ടാകുന്നു, പ്രൊസ്ട്രേഷൻ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ പോലെ നോർമൽ സെക്ഷൽ ആക്ടിലേക്ക് പോയില്ലെങ്കിൽ പോലും 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രൊസ്ട്രേഷൻ, ക്ഷീണിതാവസ്ഥ ഉണ്ടാകും. അത് ആ രോഗിയുടെ, കാലിക്കാർ രോഗിയുടെ വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു ഡിറേഞ്ച്മെന്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. യങ് മെൻ ഹു ഹാവ് അബ്യൂസ്ഡ് ദംസെൽസ് or who have indulged excessively in sexual pleasure go into marriage with weakened genitals, incapacitated, and then there comes a disgust, and it is not strange that there are so many divorces in the world. സാമൂഹ്യ പ്രശ്നമായിട്ട് ഒരു വ്യക്തിയുടെ ലൈംഗികത എങ്ങനെ മാറുന്നു എന്നാണ് കെന്റിയുടെ പറയുന്നത്. കെന്റിന്റെ ഈ ഒരു ഭാഗം വായിച്ചിട്ടാണോ ഡോക്ടർ ഘട്ടക്ക് തന്റെ പുസ്തകത്തിൽ അത് എഴുതിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ വേറെ കമൻട്രിയോ സ്റ്റഡീസോ ഒന്നും ഇല്ല. പക്ഷെ രണ്ടും കൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കണ്ടോ, യങ് മെൻ, ചെറുപ്പക്കാരായ പുരുഷന്മാർ, യുവാക്കൾ, അവർ അബ്യൂസ്, മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ എക്സസീവ്, ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയി എക്സസീവ് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇൻഡൾജ് ചെയ്യുന്നു. അവർ പിന്നീട് വിവാഹം കഴിക്കുന്നു. ഈ വിവാഹം കഴിക്കുന്ന സമയത്താകുമ്പോഴേക്കും അവരുടെ ജെനിറ്റൽസിന് വീക്ക്നെസ് ബാധിക്കാം, ഇറക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ എന്ത് സംഭവിക്കും? അവരുടെ ദാമ്പത്യ ജീവിതത്തെ അത് ബാധിക്കും. അത് ക്രമേണ വിവാഹബന്ധം വേർപെടുത്തപ്പെടുന്നതിലേക്ക് നയിക്കാം. ഇത്തരം പ്രശ്നങ്ങളൊന്നും പൊതുവെ പുറത്തു വരില്ല. വെൻ ദ പേഷ്യൻ്റ് ഈസ് യങ്, സം ഓഫ് ഹിസ് ട്രബിൾസ് ക്യാൻ ബി ഓവർകം ബൈ ലിവിങ് ആൻ ഓർഡർലി ലൈഫ് ആൻഡ് കറക്റ്റ് ഹോമിയോപ്പതി. ഇത്തരം പ്രശ്നങ്ങളിൽ വരുന്നവരിൽ അവർ ചെറുപ്പകാലത്താണെങ്കിൽ, അധികം പ്രായമൊക്കെയായി ക്ഷീണിതാവസ്ഥയിലാകുന്നതിന് മുൻപാണെങ്കിൽ 2 കാര്യങ്ങൾ കൊണ്ട് അവരെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. ഒന്ന്, ഓർഡർലി ലൈഫ്, ക്രമബദ്ധമായ ജീവിതം, അതായത് അച്ചടക്കത്തോടുകൂടിയുള്ള, ലൈംഗിക അച്ചടക്കത്തോടുകൂടിയുള്ള ശരിയായ ആഹാരമൊക്കെ കഴിച്ച് ഉള്ള ജീവിതം, പിന്നെ ശരിയായ ഹോമിയോപ്പതി ചികിത്സ. ഇത് രണ്ടിലൂടെയും അവരെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളിലേക്ക് അടുത്ത് ഇത്തരം രോഗികൾ ചുരുക്കമായിട്ടാണെങ്കിലും വന്നു പെടും. അവരെയൊക്കെ ചികിത്സിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ജീവിതക്രമത്തെ ശരിയാക്കുന്നതിന് കൂടി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. കാരണം 2 കാര്യവും തുല്യ പ്രാധാന്യത്തിലൂടെയാണ് കെന്റിയുടെ പറയുന്നത്. ഇൻ കാലിക്കാർ ദർ ആർ മെനി കംപ്ലൈൻറ്റ്സ് അഫക്റ്റിംഗ് ദ മെയിൽ ജെനിറ്റൽ ഓർഗൻസ്, അണീസ്നെസ് ആൻഡ് സെൻസിറ്റീവ്നെസ് ഓഫ് ദ ടെസ്റ്റിക്കിൾസ്. വൃഷണങ്ങളിലുള്ള എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ, അണീസ്നെസ്, സെൻസിറ്റീവ്നെസ്, അവിടെ സ്പർശിക്കുന്നതിലുള്ള സെൻസിറ്റീവ്നെസ്. വൺ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്വെല്ലിംഗ് ആൻഡ് ഹാർഡ്നെസ്. ചില പ്രശ്നങ്ങളിൽ വൃഷണം, വീക്കം ഉണ്ടാകാം, കല്ലിക്കോ. ഇച്ചിങ് ആൻഡ് സ്മാർട്ടിങ് ആൻഡ് അനോയിങ് സെൻസേഷൻ ഇൻ ദ സ്ക്രോട്ടം ആൻഡ് സെൻസേഷൻ ദാറ്റ് കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ദ പേഷ്യൻ്റ് ദാറ്റ് ഹി ഹാസ് ജെനിറ്റൽ ഓർഗൻസ്. അപ്പോൾ സെൻസിറ്റീവായിട്ട് ഈ വൃഷണസഞ്ചി, അതിനോടുള്ള ഒരു അനോയിങ് സെൻസേഷൻ, അവിടെ ഇപ്പോൾ കാലുകളിൽ സ്പർശിക്കും, വസ്ത്രങ്ങളിലൊക്കെ സ്പർശിക്കും, അപ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു. അതായത് ഇങ്ങനത്തെ ഒരു അവയവം ഉണ്ട്. നമുക്ക് പല അവയവമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ പ്രവർത്തനം നടന്നു പോകുന്നു. പക്ഷെ അവിടെ പ്രശ്നം വരുമ്പോൾ ആ അവയവം ഉണ്ട് എന്ന് നമ്മൾ തോന്നും. അങ്ങനെ വൃഷണം ഉണ്ട് എന്ന് ഇയാളെ കൊണ്ട് എപ്പോഴും തോന്നിപ്പിക്കും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. കോൺഷ്യൻസ് ഇറിറ്റേഷൻ കാളിങ് ഹിസ് അറ്റൻഷൻ ടു ദി ജെനിറ്റൽസ് ബ്രോട്ട് ഓൺ ഫ്രം അബ്യൂസ്. ഇതുണ്ടാകുന്നതും ലൈംഗിക അരാജകത്വം, വഴിവിട്ട ലൈംഗിക ജീവിതം കൊണ്ടാണ്. ഫ്രം വൈസ്, തിന്മയിൽ നിന്ന്. ഫ്രം എക്സസസ്, അമിതമായ പ്രക്രിയയിൽ നിന്നും. ഫോസ്ഫറസ് ഈസ് എ മെഡിസിൻ ദാറ്റ് ഈസ് അബ്യൂസ്ഡ് ഇൻ ദിസ് സ്ഫിയർ. ഇനിയാണ് ഫോസ്ഫറസിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഈ ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും ഫോസ്ഫറസ് ആണ് പലരുടെയും ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അബ്യൂസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മെനി ഫിസിഷ്യൻസ് ലുക്ക് അപ്പോൺ ഇറ്റ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റ് റെമഡീസ് ഫോർ ദ വീക്ക്നെസ് ഓഫ് ജെനിറ്റൽ ഓർഗൻസ്. ലൈംഗികാവയവങ്ങളുടെ ക്ഷീണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മഹത്തായ ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഫോസ്ഫറസിനെ പെടുത്തിയിരിക്കുന്നത്. ഇൻ ഫോസ്ഫറസ് ദ ജെനിറ്റൽ ഇൻഡിക്കേഷൻസ് ആർ എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റ്. ശ്രദ്ധിക്കുക, അങ്ങേറ്റത്തെ ഉത്തേജിതാവസ്ഥ, ലൈംഗിക ഉത്തേജനം. 2 ആക്റ്റീവ് ഇറക്ഷൻസ്, വല്ലാതെ ആക്റ്റീവായിട്ടുള്ള ഇറക്ഷൻ. എ ഡിസോർഡർലി സ്ട്രെങ്ത് ഓഫ് ദ ജെനിറ്റൽ ഓർഗൻസ്.
ലൈംഗിക അവയവങ്ങളുടെ ക്രമരഹിതമായ ഒരു കരുത്ത്, ക്രമരഹിതമായ കരുത്തല്ല, ക്രമരഹിതമായ കരുത്ത്, വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ്, അതാണ് ഫോസ്ഫറസിൽ കാണുന്നത്. ബിവെയർ ഓഫ് ഗിവിങ് ഇറ്റ് ഇൻ ആൻ ഇമ്പോർട്ടൻസി ഓർ ഇൻ വീക്ക്നെസ്. അത് ഇമ്പോർട്ടൻസി അല്ലത്. ഇമ്പോർട്ടൻസി ഉള്ളൊരു പേഷ്യൻ്റ് അങ്ങനെയല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്ഷീണിതാവസ്ഥ, നമ്മൾ കാലിക്കാർബിൽ കണ്ട പോലെ ക്ഷീണിതാവസ്ഥയോ ലൈംഗിക ശേഷി ഇല്ലായ്മയുള്ള കേസിൽ ഫോസ്ഫറസ് കൊടുക്കരുത്. ആസ് ദിസ് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് വെരി ഫീബിൾ കോൺസ്റ്റിറ്റ്യൂഷൻസ്. വല്ലാതെ ക്ഷീണിതമായിട്ടുള്ള അവസ്ഥകളുള്ളവർക്കാണ് ഇത് കാണുന്നത്. ആൻഡ് ഫോസ്ഫറസ് നോട്ട് ഓൺലി ഫെയിൽസ് ടു ക്യൂർ, ഇത്തരം ക്ഷീണിതാവസ്ഥയിലുള്ളവരെ സുഖപ്പെടുത്തുന്നതിൽ ഫോസ്ഫറസ് പരാജയപ്പെടും എന്ന് മാത്രമല്ല, പിന്നെന്താണ്, ബട്ട് സീംസ് ടു ആഡ് ടു ദ വീക്ക്നെസ്. അയാളുടെ ഓൾറെഡിയുള്ള ആ ഒരു ക്ഷീണിതാവസ്ഥയെ വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നതായി കാണപ്പെടുന്നു. അതുകൊണ്ട് ക്ഷീണിതാവസ്ഥയുള്ള ഈ ലൈംഗിക ഇത്തരം പ്രശ്നങ്ങളിൽ ഫോസ്ഫറസ് അല്ല കൊടുക്കേണ്ടത്. അബ്നോർമൽ ആക്ടിവിറ്റി, അബ്നോർമൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ള കേസിലാണ്, ഇതേപോലുള്ള ഡിസോർഡർലി സ്ട്രെങ്ത് ഉള്ള കേസിലാണ് ഫോസ്ഫറസ് വരുന്നത്. കണ്ടോ, അതാണ് കെൻറ്റിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം. ഇത്തരം താരതമ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ വീക്ക്നെസ് ദാറ്റ് യു ലേൺ ഈസ് എ വൈറ്റൽ വീക്ക്നെസ്. ഈ ഒരു വീക്ക്നെസ്സിനെ ഒരു ലൈംഗികമായിട്ടുള്ളൊരു ശക്തിക്കുറവുമായിട്ടൊന്നല്ല, അയാളുടെ പൊതുവെയുള്ള ജീവശക്തിയിലെ ആ അയാളിലുള്ള ജീവന്റെ സത്തയിൽ തന്നെയുള്ള ഒരു ക്ഷീണിതാവസ്ഥയായിട്ട് വേണം കാണാൻ. ഫോസ്ഫറസിൽ സെറ്റ് പേഷ്യൻസ് ടു റണ്ണിങ് ഡൗൺ മോർ റാപ്പിഡ്ലി ഹു ആർ സഫറിങ് ഫ്രം വൈറ്റൽ വീക്ക്നെസ്. ഉണ്ടോ, ഇത്തരം വൈറ്റൽ വീക്ക്നെസ് ഉള്ളവരിൽ ഫോസ്ഫറസ് ആ വീക്ക്നെസ്സിനെ വർദ്ധിപ്പിക്കും, കൂടുതൽ താഴേക്കായിരിക്കും അയാളുടെ ഗ്രാഫ് പോകുക. ഹു ആർ ഓൾവേസ് ടയേർഡ്, എങ്ങനെയുള്ളവരാണ്, എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നവർ. സിംപ്ലി വീക്ക്, എപ്പോഴും ക്ഷീണിച്ചിരിക്കുകയാണ്, വേറെ പ്രത്യേകിച്ച് കാര്യം വേറെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഓൾവേസ് പ്രൊസ്ട്രേറ്റഡ്, എപ്പോഴും തളർന്നു കിടക്കുന്നവർ. ആൻഡ് വാണ്ട് ടു ഗോ ബെറ്റ്, കിടക്കണമെന്ന് തോന്നുന്നവർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് യോജിക്കുന്നതല്ല ഫോസ്ഫറസ്. ഇത്രയും വിസ്തരിച്ചൊന്നും ഫോസ്ഫറസിൻ്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല, നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ ഫോസ്ഫറസിൻ്റെ അധ്യായത്തിൽ എഴുതി വെക്കണം പുസ്തകമുള്ളവർ, അല്ലെങ്കിൽ ആ പേജ് നമ്പർ അവിടെ റെഫർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കണം. ഇത്തരം കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് കെൻറ്റ് പറയുന്ന കാര്യങ്ങളോട് കൂട്ടിച്ചേർത്താലേ ഓരോ ഔഷധത്തെക്കുറിച്ചുള്ള ആ ഒരു ലെക്ചറും പൂർണ്ണമാകുകയുള്ളൂ. ദ ഫീമെയിൽ ഹാസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഇൻ കാലിക്കാർബ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഹെർ കംപ്ലൈൻറ്റ്സ് ആൻഡ് ഹാസ് മെനി സിംറ്റംസ് ലൈക്ലി ടു ബി ഫൗണ്ട് ഇൻ സിക്ക് വുമൺ. ഒരു രോഗാതുരയായ സ്ത്രീയിൽ കാണുന്ന നിരവധി ലക്ഷണങ്ങൾ കാലിക്കാർബ് പേഷ്യൻ്റ് ആയിട്ടുള്ള സ്ത്രീയിലും കാണാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് യൂട്രൈൻ ഹെമറേജസ് ദാറ്റ് ഹാവ് ബീൻ ഇൻസസെന്റ് ഇൻ പെയിൽ വാക്സി ഹെമറാജിക് വുമൺ. വളരെ ക്ഷീണിതാവസ്ഥയുള്ള വിളറിയ രക്തവാർച്ചയുടെ ഒരു ചരിത്രമുള്ള ഒരു സ്ത്രീയിൽ മൂത്രാശയത്തിൽ നിന്നുള്ള രക്തവാർച്ചയ്ക്ക് കാലിക്കാർബ് വളരെ ഉപകരിക്കും. ഷീ ഹാസ് ബീൻ ക്യൂറേറ്റഡ് ആൻഡ് ഹാസ് ഹാഡ് ഓൾ സോർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ ക്യൂറേറ്റഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, DNC എന്നൊക്കെ പറയുന്ന പ്രക്രിയ. എല്ലാത്തരം ചികിത്സകളും കടന്നു പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഊസിങ് കീപ്സ് റൈറ്റ് ഓൺ. പക്ഷെ ഇപ്പോഴും ആ ഒരു രക്തം കുറേശ്ശെയെങ്കിലും പോകുന്നത് തുടരുകയാണ്. അപ്പോൾ ഈ DNC ഒക്കെ ചെയ്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ കാലിക്കാർബ് ചിന്തിക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ എഗ്രി ചെയ്യുന്നെങ്കിൽ സുഖപ്പെടുത്തും. അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ് ദ ഫ്ലോ ഇസ് വെരി കോപ്പിയസ് ആൻഡ് ക്ലോട്ടഡ്. ആർത്തവത്തിൻ്റെ സാഹചര്യത്തിൽ ഈ ഫ്ലോ വളരെയധികം വർദ്ധിക്കും. അത് ക്ലോട്ടഡ് ആണ്, കട്ടിയായ രക്തം പോകാം. ആൻഡ് ഹാസ് എ കോപ്പിയസ് ഫ്ലോ. ഷീ സെറ്റിൽസ് ബാക്ക് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഊസിങ് ആൻഡ് ഫ്ലോയിങ് until next month, and then it rose up into another 10 days of copious menstruation. ചുരുക്കി പറഞ്ഞാൽ തുടർച്ചയായ രക്തവാർച്ചയുണ്ട്. ഒരാർത്തവം കഴിഞ്ഞു, ബ്ലീഡിങ് കുറയുമെങ്കിലും അത് നിലനിൽക്കുന്നു. പിന്നെ അടുത്ത ആർത്തവം, അത് കഴിഞ്ഞിട്ട് 10 ദിവസം നിലനിൽക്കുന്നു, പിന്നെ അത് കുറയുന്നു, അപ്പോഴേക്കും അടുത്ത ആർത്തവം. ചുരുക്കി പറഞ്ഞാൽ ഏറിയും കുറഞ്ഞും രക്തവാർച്ച ഈ സ്ത്രീയിൽ സുസ്ഥിരമായിട്ടുണ്ട്. അപ്പം അങ്ങനെ രക്തനഷ്ടം കൊണ്ട് തന്നെ ക്ഷീണിതാവസ്ഥയിലാകും. കാലിക്കാർബ് വാസ് ക്യൂർഡ് എ നമ്പർ ഓഫ് കേസ് ഓഫ് ഫൈബ്രോയിഡ് ട്യൂമർ ലോങ് ബിഫോർ ഇറ്റ് വാസ് ടൈം ഫോർ ദ ക്രിട്ടിക്കൽ പീരീഡ് ടു ക്യൂർ. സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു നിർണായക
പ്രതിസന്ധിയിലേക്ക് എത്തുന്നതിന് മുൻപാണെങ്കിൽ കാലികാർബ് ഇത്തരം ഫൈബ്രോ ട്യൂമേഴ്സിനെ സുഖപ്പെടുത്തിയ നിരവധി കേസുകളുണ്ട്. യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദർ ഇസ് നാച്ചുറൽ ടെൻഡൻസി ഫോർ എ ഫൈബ്രോയിഡ് ടു സീസ് ടു ഗ്രോ അറ്റ് ദ ക്ലിമാറ്റിക് പീരീഡ്. അപ്പോൾ മെനോപോസ് ആകുമ്പോഴേക്കും ഈ ഫൈബ്രോയിഡ്സ് സ്വാഭാവികമായിട്ട് ചുരുങ്ങുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർവേർഡ്സ് ടു ഷ്രിവൽ ആൻഡ് ദാറ്റ് ദിസ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ചുരുങ്ങൽ ചികിത്സയില്ലാതെ നടന്നോളും. ബട്ട് ദ അപ്രോപ്രിയേറ്റ് റെമഡീസ് വിൽ കോസ് ദാറ്റ് ഹെമറേജ് ടു സീസ്. പക്ഷേ ഈ രക്തവാർച്ചയെ നിർത്താൻ വേണ്ടിയിട്ട് ഉചിതമായ ഔഷധം കൊടുക്കണം. ബട്ട് ദ അപ്രോപ്രിയേറ്റ് റെമഡീസ് വിൽ കോസ് ദാറ്റ് ഹെമറേജ് ടു സീസ്, വിൽ കോസ് ദാറ്റ് ട്യൂമർ ടു സീസ് ടു ഗ്രോ, ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദർ വിൽ ബി എ ഗ്രാൻഡ് ഷ്രിങ്കേജ് ഇൻ സൈസ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മെനോപോസ് കഴിയുമ്പോഴേക്കും ചുരുങ്ങി തുടങ്ങും. പക്ഷേ രക്തവാർച്ച കുറയ്ക്കാൻ, അതിനെ ശമിപ്പിക്കാൻ കൊടുക്കുന്ന ഉചിതമായ ഔഷധം ഈ ചുരുങ്ങൽ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുകയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ, ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നല്ലൊരു ചുരുങ്ങൽ അവിടെ നടക്കുകയും ചെയ്യും. സ്വാഭാവിക ചുരുങ്ങലിന് കാത്തിരിക്കാതെ തന്നെ അത് സംഭവിക്കും. അപ്പോൾ ഫൈബ്രോ ട്യൂമർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശസ്ത്രക്രിയയ്ക്കും മറ്റുമൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും കാലികാർബ് പോലെ ഉചിതമായ ഔഷധം ഉപയോഗിച്ചാൽ. കാലികാർബ് ഈസ് ഓഫൺ എ റെമഡി ഫോർ വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി, ബട്ട് ടു ഫൈൻഡ് ഔട്ട് വെൻ ഇറ്റ് ഈസ് ദ റെമഡി ഫോർ വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി യു ഹാവ് ടു ഗോ ടു ദ വോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്. ഉണ്ടോ, ഈ ഗർഭകാലത്തെ ഛർദി ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അതിന് സ്ഥിരം ഔഷധങ്ങൾ ഒക്കെ എന്തെങ്കിലും കൊടുക്കും, പലപ്പോഴും ഫലിക്കില്ല, മാറി കൊടുക്കും, ഫലിക്കില്ല, അവസാനം അലോപ്പതി ചികിത്സയിലേക്ക് പോകും. അത്തരം സാഹചര്യങ്ങളിൽ ഹോമിയോപ്പതിയിലെ പൊതു നിയമം തന്നെ, പൊതു തത്വം തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷന് ഉചിതമായ ഔഷധം കൊടുത്താൽ ഗർഭകാലത്ത് ആ ഒരു ഛർദിയും നിലച്ചിരിക്കും. വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി ഇസ് നോട്ട് ക്യൂർഡ്, ഓൾദോ ഇറ്റ് മേ ബി ടെമ്പറലി റിലീവ്ഡ് ബൈ ഇപ്പക്കാക്ക്. ഇപ്പക്കാക്ക് സ്ഥിരം കൊടുക്കുന്നതാണ്, അത് കൊടുത്തുകൊണ്ട് താൽക്കാലികമായ ക്ഷമം ഉണ്ടാവും. ആസ് ദിസ് ഇസ് എ മെഡിസിൻ ദാറ്റ് കറസ്പോണ്ട്സ് മിയർലി ടു ദ നോസിയ ഇറ്റ് സെൽഫ്. ഇപ്പക്കാക്ക് ഒക്കാനം വരലിനോടാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. ഒക്കാനം വരുന്നൊരവസ്ഥയോട് നല്ലവണ്ണം കറസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ട് താൽക്കാലിക ശമനം ഉണ്ടാകാം. ഇൻ ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഗാഗിങ് ആൻഡ് നോസിയ ആർ ഓൺലി എ സെക്കൻഡ് ഓർ തേർഡ് ഗ്രേഡ് സിംറ്റം ഇൻ ദ റെമഡി ദാറ്റ് വിൽ ക്യൂർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ ഹീൽ ചെയ്യുന്ന ഔഷധം, ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഔഷധത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കേസ് ടേക്കിംഗ് നടത്തി കൊടുക്കുന്ന ഔഷധത്തിൽ ഈ എന്താണോ ആ പ്രശ്നം, എന്താണോ ഇവർ പരാതിപ്പെട്ടുകൊണ്ട് നിങ്ങളടുത്ത് വന്നത്, ഗർഭകാലത്തെ ഛർദി, ഓക്കാനം, അത് റിപ്പർട്ടറിയിൽ 2ാം ഗ്രേഡോ 3ാം ഗ്രേഡോ കാണുള്ളൂ. കെൻറ്റിൻ്റെ റിപ്പർട്ടറിയിലെ ആ ഒരു രീതി അനുസരിച്ച് പറയുകയാണ്, ഫസ്റ്റ് ഗ്രേഡ് ഏറ്റവും കൂടിയത് അത് ബോൾഡ് ലെറ്ററിൽ കൊടുക്കും, 2nd ഗ്രേഡ് ഇറ്റാലിക്സിൽ കൊടുക്കും, 3rd ഗ്രേഡ് നോർമൽ ലെറ്റേഴ്സ് കൊടുക്കും. അപ്പോൾ നോർമൽ ലെറ്റേഴ്സിൽ 3rd ഗ്രേഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഛർദിൽ എന്ന് പറയുന്ന, ഓക്കാനം എന്ന് പറയുന്ന പ്രശ്നമായിട്ട് വരുന്നൊരു ഗർഭിണിയിൽ കേസ് ടേക്കിംഗ് നടത്തി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുക്കുമ്പോൾ, അതിന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നോസിയയും വോമിറ്റിങ്ങും ഈ ഒരു ഗ്രേഡ് കുറഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നതെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, സുഖപ്പെടുത്തിക്കൊള്ളും. സൾഫർ, സെപ്പിയൻ, കാലികാർബ് എമംഗ് ദ റെമഡീസ് കോമൺലി ഇൻഡിക്കേറ്റഡ്. നിങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും സൾഫറും സെപ്പിയയും കാലികാർബും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആയിട്ട് വരാം. സംടൈംസ് ആർസനിക് ഈസ് നീഡഡ്, ചിലപ്പോൾ ആർസനിക്ക് വേണ്ടി വരും. ഓഫ് കോഴ്സ് ഇഫ് എ പ്രഗ്നന്റ് വുമൺ ഹാസ് സിംപ്ലി ഡിസോർഡേർഡ് ഹെർ സ്റ്റൊമക്ക് ആൻഡ് ഹാസ് വൊമിറ്റഡ് ബൈൽ എ ഫ്യൂ ടൈംസ് ദ റെമഡി മൈറ്റ് ബി ഇപ്പക്കാക്ക്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ഛർദിലേക്കേ ഉള്ളൂ, പിത്തവെള്ളം, മഞ്ഞവെള്ളം, കയ്പുവെള്ളം എന്നൊക്കെ ഉള്ളൂ, ബൈല് ഛർദിച്ച് പോയി, വയറൊന്ന് ഡിസോർഡർ ആയിട്ടുള്ളൂ, സിമ്പിൾ കേസാണെങ്കിൽ ഇപ്പക്കാക്ക് ഹീൽ ചെയ്യുന്നു വരും. വെൻ എ പ്രഗ്നന്റ് വുമൺ ഹാസ് നോ കോൺസ്റ്റിറ്റ്യൂഷൻ സിംപ്റ്റംസ് അറ്റ് ഓൾ. ഈ ഒരു സ്ത്രീയുടെ ഇപ്പക്കാക്കൊക്കെ കൊടുത്ത് സുഖപ്പെടാതെ വന്നൊരു കേസ് എടുക്കുമ്പോഴേക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കണ്ടെത്താൻ ആവശ്യമായ സിംറ്റംസ്, ജനറൽസ് കിട്ടുന്നില്ല എങ്കിൽ, ആൻഡ് അപ്പോൺ എക്സാമിനിങ് ദ കേസ് യു ഫൈൻഡ് നത്തിങ് ബട്ട് ദ നോസിയ, ഈ നോസിയ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ലക്ഷണം കിട്ടുന്നില്ല. ഓവർവെൽമിങ് ഡെത്രി നോസിയ, വല്ലാതെ മാരകമായ ഓക്കാനമാണ്, വിത്ത് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും തുടർച്ചയായിട്ട് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് കണ്ടു പറയുന്നു, എ സിംഗിൾ ഡോസ് ഓഫ് സിംഫോറിക് കാർപ്പസ് റാക്ക്.
സിംഫോറിക് കാർപ്പസിൻ്റെ ഒറ്റ ഡോസ് അവർ സുഖപ്പെടുത്തും. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കണ്ടെത്താൻ സാധിക്കുന്നില്ല, വേണ്ടത്ര ലക്ഷണങ്ങളില്ല, മാരകമായ ഛർദിയാൻ രാവും പകലും ഛർദിയാണെങ്കിൽ സിംഫോറിക് കാർപ്പസ് റാക്ക് ഒറ്റ ഡോസ് കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി. ദാറ്റ് ഈസ് പ്രിസ്ക്രൈബിങ് അപ്പോൺ വെരി ലിമിറ്റഡ് ഇൻഫർമേഷൻ. ചുരുങ്ങിയ സിംറ്റംസ് വെച്ചുകൊണ്ടുള്ള പ്രിസ്ക്രിപ്ഷനാണ്. കാരണം മറ്റ് നിവൃത്തിയില്ല. ആൻഡ് ഷുഡ് ഓൺലി ബി ഡൺ ഇൻ സർക്കംസ്ക്രൈബ്ഡ് ഓർ വൺ സൈഡഡ് കേസസ്. ഇത്തരം കേസിൽ വൺ സൈഡഡ് കേസസിൽ മാത്രം അതിൻ്റെ ട്രൂ സിംറ്റംസ് കാണിക്കുന്നില്ല, അതിന് മറ്റൊന്നും പ്രശ്നമുണ്ടാകാം. ആ ഒരു സാഹചര്യത്തിൽ ഈ വല്ലാത്ത ഛർദിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്ക് വഴി അല്ല സൂത്രപ്പണി മാത്രമാണത്. ഇറ്റ് ഈസ് നോട്ട് എ ലോങ് ആക്ടിങ് റെമഡി, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആൻഡ് ആക്ട്സ് വെരി മച്ച് ലൈക്ക് ഇപ്പക്കാക്ക്. ഇപ്പക്കാക്കിനെ പോലെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സുസ്ഥിരമായിട്ട് നിലനിൽക്കുന്ന മരുന്നല്ല, ഡീപ്പ് ആക്ടിങ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. പക്ഷേ ഇപ്പക്കാക്ക് കൊണ്ടും വലിക്കാത്ത കേസുകളിൽ അത് മാത്രമേ ഛർദിൽ മാത്രമേ ഉള്ളൂവെങ്കിൽ സിംഫോറിക് കാർപ്പസ്, അതാണ് അതിൻ്റെ റൂള്. നിങ്ങൾക്ക് നിരവധി വിലപ്പെട്ട അറിവുകൾ, ചികിത്സാ സമുദായ അറിവുകൾ, മെഡിക്കൽ ഫിലോസഫിയെ സംബന്ധിച്ചുള്ള അറിവുകൾ, ഫോസ്ഫറസിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ ഈ ഭാഗത്ത് കിട്ടി. ഇതുപോലെ വളരെ വിലപ്പെട്ട അറിവുകൾ ഇനിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.